ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഗുരുതരമായ കണ്ടെത്തലുകളിൽ നിയമ നടപടിയെടുക്കാൻ സർക്കാരിന് മേൽ ഇപ്പോൾ സമ്മർദ്ദം ശക്തമാവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ സർക്കാർ അടയിരുന്നത് എന്ന ചോദ്യവും ശക്തമായി ഉന്നയിക്കുകയാണ് പ്രതിപക്ഷവും സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരും. റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണവും ഇപ്പോൾ സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കുകയാണ്. നേരത്തെ നിയമമന്ത്രിയായിരുന്ന AK ബാലൻ ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഇന്ന് സംവിധായകൻ വിനയൻ മറുചോദ്യവും ഉന്നയിച്ചിട്ടുണ്ട്. 2019 തന്നെ സാംസ്കാരിക വകുപ്പിന് നൽകിയ റിപ്പോർട്ടാണ് 5 വർഷത്തിന് ശേഷവും കണ്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാരിന്റെ നടപടി ക്രിമിനൽ കുറ്റമാണെന്ന് ആവർത്തിക്കുകയാണ് ഇന്ന് പ്രതിപക്ഷം ചെയ്തത്. ശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കുന്നത്. ആരുടെ പരാതിയായിരുന്നു സർക്കാരിന് അധികമായി വേണ്ടതെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നയിച്ചത്. നേരത്തെ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ കാരണമായി സർക്കാർ പറഞ്ഞിരുന്നത് 2 വാദങ്ങളാണ്. ഒന്ന്, വിവരാവകാശ കമ്മീഷന്റെ എതിർപ്പ് അന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ജസ്റ്റിസ് ഹേമ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഈ 2 കാര്യങ്ങളും ശരിയാണ്. പക്ഷേ സർക്കാരിന്റെ കയ്യിൽ ഈ റിപ്പോർട്ട് ഉള്ള സമയത്തും ഈ റിപ്പോർട്ട് വായിച്ചു പോലും നോക്കിയിട്ടില്ല എന്ന് സാംസ്കാരിക മന്ത്രി പറയുന്നതിന്റെ പിന്നിൽ എന്താണ്? ആരാണ് ഈ റിപ്പോർട്ടിന്മേൽ പറന്ന പരുന്ത് എന്ന ചോദ്യമാണ് ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത്. ആദ്യം ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കാണാം. ആദ്യം VD സതീശൻ ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണം കേൾക്കാം. ഇതിൻ്റെ അകത്ത് ഇരകളുടെ മൊഴിയുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്, സർക്കാർ വെച്ചൊരു റിപ്പോർട്ടാണ്. സർക്കാരിൻ്റെ കയ്യിൽ 4.5 വർഷക്കാലം മുമ്പ് ഈ റിപ്പോർട്ട് കിട്ടി. ഈ റിപ്പോർട്ട് വായിച്ചിരുന്നെങ്കിൽ നിയമപരമായ നടപടികൾ അപ്പോൾ സ്വീകരിക്കുമായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത്, ക്രിമിനൽ വൽക്കരണമാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ? ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊരു സിനിമാ കോൺക്ലേവ് നടന്നു. ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമാ കോൺക്ലേവാണ് നടത്തുന്നത്. ആരെയാണ് സാംസ്കാരിക മന്ത്രി വിഡ്ഢിയാകുന്നത്? ഇരകളോടൊപ്പമാണോ വേട്ടക്കാരുടെ ഒപ്പമാണോ സർക്കാർ? സർക്കാർ വേട്ടക്കാരുടെ ഒപ്പമാണ്. ആരുടെ സ്വകാര്യത കളയുമെന്നാണ്? ഇരകളുടെ സ്വകാര്യത കളയണ്ട. സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാരാണ് ഈ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര മുഴുവൻ മറച്ചുവെച്ച് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നത്. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ആരാണ് സർക്കാരിൻ്റെ മീതെ സമ്മർദ്ദം ചെലുത്തിയത്? ആരാണ് ഒരു നടപടി എടുക്കരുതെന്ന് സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ചെലുത്താൻ? ആരാണ് സർക്കാരിന്റെ മീതെ പറക്കുന്ന പരുന്ത്? ഏത് പരുന്താണ് സർക്കാരിന്റെ മീതെ പറക്കുന്നത്? നീതിന്യായ വ്യവസ്ഥയുടെ മീതെ പറക്കുന്ന പരുന്ത് ഏതാ? ഇവിടെ നടന്നത് കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം അന്വേഷിച്ചാൽ മതിയാവും. ഞങ്ങൾ പറഞ്ഞത് മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കേസ് ചാർജ് ചെയ്യണം. ഇപ്പോഴും ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇപ്പോഴും നൽകുന്നത്. അതുമാത്രമല്ല, ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനും ഇതിലെ ശുപാർശകൾ നടപ്പാക്കുന്നതിനും വേണ്ടി ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കും എന്ന കാര്യം ആവർത്തിക്കുകയാണ് സജി ചെറിയാൻ. എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന കാര്യത്തിന് മന്ത്രി സജി ചെറിയാൻ നൽകുന്ന മറുപടി ഒരു പരാതിയും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ ഈ വന്നതിനകത്ത് നിങ്ങൾ ആരും ഒരാളുടെ പേര് പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഈ റിപ്പോർട്ടിനകത്ത് പിന്നെ എൻ്റെ ഓഫീസിൽ വന്ന ഭാഗം വായിച്ചിട്ട് അവരെ വിളിച്ചു വെച്ചപ്പോഴും പറഞ്ഞു ആ റിപ്പോർട്ടിനകത്ത് ആരുടെയും പേര് പറയുന്നില്ല. ആ റിപ്പോർട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗം നിയമപരമായി പരിശോധിച്ചുകൊണ്ട് തുടർ നടപടിയിലേക്ക് പോകാനേ കഴിയൂ. അത് പരിശോധിക്കട്ടെ. അതെല്ലാം നിയമപരമായി പരിശോധിച്ചിട്ടേ പറയാൻ പറ്റൂ. കാരണം നിലവിലുള്ള നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനം നിലനിൽക്കുമ്പോൾ ബാക്കിയുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നിയമപരമായി കൊണ്ടുവരുന്നത്? അതെല്ലാം ബന്ധപ്പെട്ട ആളുകൾ, ഞാൻ നിയമിച്ചതൊന്നുമല്ല, നിയമരംഗത്തുള്ള പ്രമുഖന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കും. അതിനകത്ത് വിഷമിക്കണ്ട. ജസ്റ്റിസ് ഹേമ പറഞ്ഞിരിക്കുന്നത് പുറത്തുവിടരുതെന്ന് പറയുന്ന കാര്യത്തിൽ പിന്നെ നമ്മൾ സർക്കാർ ചെയ്യേണ്ടത് അതിൻ്റെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും മനസ്സിലാക്കി ആ നിർദ്ദേശങ്ങളും നിഗമന അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള നിലപാട് ഇരയാക്കപ്പെട്ടവരെ പറ്റി എവിഡൻസ് ഞങ്ങളുടെ മുമ്പ് വന്ന് അവരോട് അത് ഞങ്ങളുടെ മുമ്പ് സർക്കാരിന് വായിക്കാൻ പറ്റത്തില്ല. കാരണം സർക്കാരിന് മുമ്പിൽ മന്ത്രിക്ക് വായിക്കാൻ പറ്റുന്നില്ല. സർക്കാർ വായിച്ചു കാണും. സർക്കാർ എന്ന് പറഞ്ഞാൽ മന്ത്രി മാത്രമാണ്. അതായത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പിലാണ് ഈ സംഭവം ഉള്ളത്. അത് സീൽ ചെയ്തിട്ടാണ് വിവരാവകാശ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷൻ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ. അത് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തം. അത് പരിശോധിക്കുക എന്നുള്ളതാണ്. അത് പരിശോധിക്കേണ്ട ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഓഫീസറാണ്. അവരത് പരിശോധിച്ച് അതിന്റെ ക്രീമായിട്ടുള്ള നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ മന്ത്രിയാകും എൻ്റെ മുമ്പിൽ ആ പേപ്പർ നമ്മൾ പരിശോധിക്കും. റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന കാര്യമാണ് മന്ത്രി ഇപ്പോഴും പറയുന്നത്. അതുമാത്രമല്ല, ഒരു പരാതിയും സർക്കാരിന് മുന്നിൽ കിട്ടിയിട്ടില്ല, പോലീസിന് ഒരു പരാതിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കേസെടുക്കാൻ പറ്റാതെ വന്നതെന്ന് ഇപ്പോഴും മന്ത്രി സജി ചെറിയാൻ ആവർത്തിക്കുകയാണ്. അതേസമയം മന്ത്രി പി രാജീവും ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. റിപ്പോർട്ടിലെ മൊഴികളെക്കുറിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുന്നതും ചർച്ച നടക്കുന്നുവെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. നിഗൂഢത നീക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. സിനിമാ നയം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. നേരത്തെ തന്നെ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. തുടർന്നുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ തന്നെ റിപ്പോർട്ടിന്റെ തുടർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാംസ്കാരിക വകുപ്പ് ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു സിനിമാ നയം രൂപീകരിക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നു. അതിനുവേണ്ടി ഷാജി എൻ കരുണിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ നയം ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടി നിർദ്ദേശിക്കുന്നതായിരിക്കും. കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ആ നയത്തിന്റെ ഭാഗമായി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഇപ്പോഴും പരാതി കിട്ടിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാൻ സർക്കാർ തയ്യാറാകാത്തത് എന്ന മറു ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ മറുപടി ഇതുമാത്രമാണ്: പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന്. സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. പക്ഷേ താരങ്ങളുടെ സംഘടനയായ അമ്മ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. റിപ്പോർട്ട് പഠിക്കട്ടെ എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമായിരുന്നു ഇന്നലെ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നടത്തിയത്. പഠിച്ച ശേഷം പ്രതികരിക്കുക എന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ നിൽക്കുന്നത്. റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി അന്വേഷണത്തിനായി ADGPക്ക് കൈമാറിയിട്ടുണ്ട് എന്ന പുരോഗതി മാത്രമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം ഡാനി പോൾ ഉണ്ട് കൊച്ചിയിൽ. അരുൺ, ഇക്കാര്യത്തിൽ സർക്കാർ വലിയൊരു സമ്മർദ്ദത്തിലായിട്ടുണ്ടല്ലോ. ആദ്യം റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് കാരണമായി പറഞ്ഞിരുന്നത് വിവരാവകാശ കമ്മീഷന്റെ അന്നത്തെ എതിർപ്പും പിന്നെ ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് നൽകിയ കത്തുമാണ്. ശരി, അക്കാര്യത്തിൽ അങ്ങനെയൊരു മുൻകൂർ ജാമ്യം സർക്കാരിനുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യത്തിന്, എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പോലീസിന് കൈമാറിയില്ല എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് ഇന്ന് ശക്തമായ ഭാഷയിൽ ചോദിച്ചത് ഈ റിപ്പോർട്ടിന്മേൽ പറന്ന പരുന്താരാണ് എന്ന കാര്യം. തീർച്ചയായിട്ടും സർക്കാർ സമ്മർദ്ദത്തിലാണ്. സമ്മർദ്ദം എന്ന് പറയുമ്പോൾ അത്ര എളുപ്പം പുറത്ത് കടക്കാൻ പറ്റാത്തൊരു കുടുക്കിലേക്ക് സർക്കാർ ഈ വിഷയത്തിൽ മാറുകയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബർ 31 അന്നത്തെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചതാണ്. അത് സ്വാഭാവികമായും സർക്കാർ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മിറ്റി ആ റിപ്പോർട്ട് നൽകുമ്പോൾ അതിൽ എന്ത് നടപടി, റിപ്പോർട്ട് വെറുതെ വാങ്ങി ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാനല്ല സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത്. ആ കമ്മിറ്റി കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുമ്പോൾ അതിൽ നടപടി ഉണ്ടാകണം. എന്നാൽ ആ നടപടിയാണ് ഇത്രയും നാൾ ഉണ്ടാകാത്തത്. ആ റിപ്പോർട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് കൈകഴുകി പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുള്ളത്. അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലന് റിപ്പോർട്ട് കൈമാറിയത് സ്വാഭാവികം അദ്ദേഹത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനാണ് സജി ചെറിയാൻ ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ സജി ചെറിയാനും റിപ്പോർട്ട് കാണേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, അതിൽ നടപടിയെടുക്കേണ്ടതാണ്. അതെന്തുകൊണ്ടുണ്ടായില്ലെന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ സർക്കാർ മറുപടി പറയേണ്ടി വരുന്നത്. അത് പ്രതിപക്ഷമൊക്കെ ആരോപിക്കും പോലെ ആർക്കും പിടിക്കാൻ കഴിയാത്ത, ആർക്കും നടപടിയെടുക്കാൻ കഴിയാത്ത ആരൊക്കെയോ ഇതിന് മുകളിൽ റിപ്പോർട്ടിൽ കുറ്റക്കാരായി ഉണ്ട്. അത് കൃത്യമായി സർക്കാർ അറിഞ്ഞിരിക്കണം. ഈ റിപ്പോർട്ട് സർക്കാർ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചാൽ അവർ പറയേണ്ടത് മന്ത്രിമാരുടെ അടുത്താണ്. മന്ത്രിമാർ സ്വാഭാവികമായി അത് പരിശോധിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടാകാത്തതിന് കാരണം ഈ നേരത്തെ ദിലീപ് എന്ന വളരെ
പ്രമുഖനായ വളരെ പവർഫുള്ളായ ഒരു നടനെതിരെ പോലും നടപടിയെടുത്ത സർക്കാർ അതിന് മുകളിലുള്ള ആരെയോ ഭയന്ന് അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതെന്ന് ഭയന്നാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിൽ അടയിരുന്നത്. അത് കോൾഡ് സ്റ്റോറേജിൽ വച്ചതെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നത്. പ്രതിപക്ഷം ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു. ഏത് തലം വരെ പ്രതിപക്ഷം ഇതിലെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. എങ്കിൽ പോലും നിലവിൽ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമെന്ന സൂചനകളാണ് നൽകുന്നത്. സർക്കാരിന് അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ സംവിധായകൻ വിനയൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിൽ ഈ പവർ ഗ്രൂപ്പിനെ പറ്റി പറയുകയും ആ പവർ ഗ്രൂപ്പിലെ ഒരംഗം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഈ സിനിമയിലെ പവർ ഗ്രൂപ്പിലെ ഒരംഗം സംസ്ഥാനത്തെ മന്ത്രിയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യം വിനയൻ പറഞ്ഞു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ആത്മ എന്ന സീരിയൽ സംഘടനയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പ്രസിഡന്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ പ്രസിഡന്റ് എന്ന് പറയുന്നത് KB ഗണേഷ് കുമാറുമാണ്. അങ്ങനെ ആ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസും. ഇതുകൂടി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടില്ലേ? തീർച്ചയായും സിനിമാ മേഖലയിലെ രണ്ട് പ്രമുഖർ സർക്കാരിൻ്റെ ഭാഗമായി ഉണ്ട്, അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നത് വസ്തുതയാണ്. അതിലൊരാൾ മന്ത്രിയാണ്, KB ഗണേഷ് കുമാറാണ് മന്ത്രി. മറ്റൊരാൾ കൊല്ലം MLA മുകേഷാണ്. ഈ രണ്ട് പ്രമുഖർ സിനിമാ മേഖലയിൽ പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ആളുകളാണ്. വിനയൻ ആരോപിക്കുന്ന പോലെ പവർ ഗ്രൂപ്പിൽപ്പെട്ടയാൾ മന്ത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായത് KB ഗണേഷ് കുമാറുണ്ട്. അത്തരം ആളുകളെ കൂടി കണ്ടുകൊണ്ടാണോ സർക്കാർ ഇത്തരം മൗനം തുടരുന്നതെന്ന കാര്യം സർക്കാർ മറുപടി പറയേണ്ടി വരും. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണോ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സിനിമാ മേഖലയിൽ പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരാൾ കേന്ദ്ര മന്ത്രി കൂടിയാണ്, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഇന്ന് ഈ റിപ്പോർട്ട് വന്ന ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അദ്ദേഹം BJPയുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാന നേതാക്കളുള്ള ഒരാൾ, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. സുരേഷ് ഗോപിയും പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ പല പ്രമുഖർക്കും ഈ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ഉണ്ടായിരുന്നു എന്ന വിമർശനങ്ങൾ വരുമ്പോൾ ഈ പേരുകൾ കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതാണ്. സർക്കാർ ആരെ ഭയന്നാണ് അല്ലെങ്കിൽ ആരെ സംരക്ഷിക്കാനാണ്? സ്വാഭാവികമായും പ്രതിപക്ഷ പറയും പോലെ ഇരയുടെ പേര് വെളിപ്പെടുത്തരുത് എന്നുള്ളത് ലൈംഗിക പീഡന പരാതികളിൽ ഉള്ള നിയമം തന്നെയാണ്. പക്ഷേ ഇവിടെ വേട്ടക്കാരുടെ പേര് കൂടി പുറത്തു പറയാതെയാണ് സർക്കാർ സംരക്ഷിക്കുന്നത്. ഹേമ കമ്മിറ്റി മുൻ ജസ്റ്റിസ് ഹേമ പറഞ്ഞത് ഇരകളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം, അതിനപ്പുറത്തേക്ക് വേട്ടക്കാരുടെ പേര് പുറത്തു പറയരുതെന്ന് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ സർക്കാർ നൽകിയ ഒരു കത്തിലും പറയുന്നില്ല. ശരിയാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇരയ്ക്കൊപ്പം എന്ന് പറയുകയും അതോടൊപ്പം തന്നെ വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് കൂടി സർക്കാർ മറുപടി പറയേണ്ടി വരും. ഇവിടെ ആ രീതിയിൽ വേട്ടക്കാരെയും സംരക്ഷിക്കുകയാണ് സർക്കാർ. ഇത്രയും നാൾ എന്തിനായിരുന്നു ആ സംരക്ഷണം എന്ന ചോദ്യമാണ് ഉള്ളത്. ഇന്ന് യൂത്ത് കോൺഗ്രസ് ഉയർത്തിയ ആരോപണം അതുകൂടി കേൾക്കാം. അബിൻ വർക്കിയുടെ പ്രതികരണത്തിലേക്ക്. റിപ്പോർട്ടിൽ വളരെ ഡയറക്റ്റായി പറയുന്ന ഒരാളുടെ പേര് ശ്രീ KB ഗണേഷ് കുമാറിനെയാണ്. ആത്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് ഈ സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനെ അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത ആളുകൾ അവർ സീരിയലിലോ ഏതെങ്കിലും TV ചാനലിലോ തല കാണിച്ച് അവരുടെ ഉപജീവനം നടത്താമെന്ന് വിചാരിക്കുമ്പോൾ അവിടെയും അവരെ ഉപദ്രവിക്കുന്നത് ആത്മയുടെ പ്രസിഡന്റ് ആണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണമുണ്ട്. ഈ ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സർക്കാരിലെ മന്ത്രിയായ KB ഗണേഷ് കുമാറാണ്. അപ്പൊ സർക്കാരിന് ഇതിനകത്ത് മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പോഴാണ് ഇത് 4.5 കൊല്ലം മുമ്പത്തെ സംഭവമാകുന്നത്. 4.5 കൊല്ലം മുമ്പ് ഈ സംഭവം അത് അന്ന് നടന്ന സംഭവമായിരുന്നു. അപ്പൊ 4.5 കൊല്ലം 5 കൊല്ലം ഇത് ഒരു വലിയ ചരിത്രമായി മാറാൻ വേണ്ടി സർക്കാർ ഇത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അടിയന്തരമായ നിയമ നടപടികളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ലെന്നായിരുന്നു KB ഗണേഷ് കുമാറിന്റെ മറുപടി. ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിനില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു. പ്രൊഡ്യൂസേഴ്സ് സംഘടനയുമായിട്ടും മലയാളം ടെലിവിഷൻ ഫെറ്റേണിറ്റിക്കാരുമായിട്ടും പ്രൊഡ്യൂസർമാരുടെ സംഘടനയാണ് അവരുടെ എൻ്റെ ആത്മയുടെ നാട്ടിനോട് ഞാനിരുന്ന് സംസാരിച്ചിരുന്നു. എല്ലായിടത്തും ഉണ്ടോ അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഈ പത്രത്തിലെ കണ്ടു 2 നടികൾ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. ആ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചു. എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറിൽ മിക്കവാറും അതിൻ്റെ നേതാക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ യോഗം ചേരുകയും അതിൽ ഞാൻ ചെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പരാതി എന്നാൽ ഞങ്ങൾ ആക്ഷൻ എടുക്കും. KB ഗണേഷ് കുമാറിന്റെ മറുപടി ഇങ്ങനെയാണ്. അതേസമയത്ത് തന്നെ KB ഗണേഷ് കുമാറിന്റെ പേര് പറഞ്ഞു തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള പരാമർശം ചൂണ്ടിക്കാണിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡാനി പോൾ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇന്ന് വിനയൻ പ്രതികരിച്ചിരുന്നു. അതിൽ ഈ പവർ ഗ്രൂപ്പിനെ പറ്റി അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ആളുകൾ പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അമ്മ ഇതുവരെ ഒരു കൃത്യമായ നിലപാടിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ സിനിമാ താരങ്ങളുടെ സംഘടന?
മഞ്ജുഷ, അമ്മ ഇപ്പോഴെന്നല്ല നേരത്തെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ചർച്ചകളിലേക്ക് പരമാവധി അകലം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അതിൽ വളരെ നിർണായകമായ അഭിപ്രായം പറയേണ്ട ഒരു സംഘടനയാണ് താരസംഘടനയായ അമ്മ. നേരത്തെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറയുന്നത് അവർക്ക് ഇനിയും പഠിക്കാൻ അതിന് സമയം വേണമെന്നാണ്. എപ്പോഴാണ് അത് തീരുക എന്നത് നമുക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് എന്ന് പ്രതികരിക്കുമെന്നതും അറിയില്ല. എന്തായാലും പുറത്ത് ഇന്നും നമ്മൾ പ്രതികരണങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു താരസംഘടന. പക്ഷെ ആരും തന്നെയും ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യത്തിൽ. പലപ്പോഴും പല വിഷയങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വഴി പല പ്രതികരണം നടത്തുന്ന പ്രമുഖരായ പലരും തന്നെയുണ്ട്. പക്ഷെ ആരുടെ ഭാഗത്തുനിന്നും ആ രീതിയിലേക്കുള്ള ഒരു പ്രതികരണത്തിലേക്കും വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവിടെയാണ് സംവിധായകൻ വിനയൻ പറഞ്ഞ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്, അതിന്റെ ഒരു ശക്തിയെപ്പറ്റി അദ്ദേഹം തന്നെ പറയുന്നത് ഇതിൽ ഇവർ തന്നെ നിയന്ത്രിക്കുന്ന കാലാകാലങ്ങളായി നിയന്ത്രിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ്, അവരെ ധിക്കരിച്ചുകൊണ്ട് ഒന്നും തന്നെയും ഈ മലയാള സിനിമാ മേഖലയിൽ നടക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു സംഘടനാ സംവിധാനത്തെ വളരെ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അത് തന്നെ സാധിക്കും. ഇപ്പോൾ ഇത് റിപ്പോർട്ട് പുറത്തു വരാതിരുന്നതിനെല്ലാം തന്നെ കാരണം ഈ ഒരു പവർ ഗ്രൂപ്പിന്റെ സ്വാധീനമാണെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊന്ന് സുപ്രധാനമായ ഒരു കാര്യം അദ്ദേഹം ചേർക്കുന്നത്, ഈ പവർ ഗ്രൂപ്പിന്റെ തന്നെ നിയന്ത്രണത്തിൽ ആണ് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്ന സിനിമാ കോൺക്ലേവ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധവും പ്രതികരണങ്ങളും എല്ലാം അതിലുണ്ടാകും. ഇനി ഇത്ര കാലം നിശബ്ദമായി ഇരിക്കേണ്ടി വന്നതുപോലെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇനിയൊരു നിശബ്ദതയുണ്ടാകില്ല. പരസ്യമായിട്ട് തന്നെ തങ്ങൾ പുറത്തേക്ക് നിലപാടുകൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരും എന്ന് അദ്ദേഹം പറയുന്നു. അതായത് സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്ന ഭൂകമ്പം അത് ചെറുതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ ദൂരവ്യാപകമായ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാൻ പോകുന്നവയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് തന്നെ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കെല്ലാം തന്നെ ഈ സിനിമാ ലോകം വേദിയാകുമെന്ന കാര്യത്തിൽ ശരിയാണ് ഡാനി. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത്, കൃത്യമായൊരു നിലപാടെടുക്കാതിരിക്കുന്നത് സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മയാണ്. ഇപ്പോഴും റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യമാണ് അമ്മ പറയുന്നത്. അതേസമയം സംവിധായകൻ വിനയൻ കടുത്ത ഭാഷയിൽ തന്നെയാണ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. 15 വർഷം മുൻപ് തന്നെ സിനിമയിലെ പവർ ഗ്രൂപ്പിനെ പറ്റി താൻ അഭിപ്രായം പറഞ്ഞയാളാണെന്നും അവരോട് പൊരുതി നിന്നയാളാണെന്നും വിനയൻ പറയുകയാണ്. ഈ പവർ ഗ്രൂപ്പാണ് ഈ റിപ്പോർട്ട് ഇത്രയും നാൾ പൂഴ്ത്തിവെക്കപ്പെടാൻ കാരണമെന്നാണ് വിനയൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇന്നലെ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഒത്തിരി വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിന്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ, ഏറ്റവും ശക്തമായ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അഫക്റ്റഡ് പേഴ്സണാണ് ഞാൻ. ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഇത്രയും നാള് ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു. കാരണം അതിനകത്തെ 15 അംഗ പവർ ഗ്രൂപ്പാണ് അതിന് കാരണം. ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, പഴയതുപോലെ തെമ്മാടിത്തരം കാണിക്കാനുള്ള ആ ഒരു ബലം കുറച്ച് കുറയും. അതുതന്നെ നല്ല കാര്യമാണ്. വിനയന്റെ പ്രതികരണം, പവർ ഗ്രൂപ്പാണ് റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ കാരണമായി നിന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നത്. നടൻ ഹരീഷ് പേരടിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ ഒഴിവാക്കപ്പെട്ട പേജുകളിലുള്ള പേരുകൾ പുറത്തു വരണം എന്നാണ്. അവിടെ വെച്ചാണ് ക്ലീനിംഗ് തുടങ്ങേണ്ടതെന്നും ഹരീഷ് പേരടി പറയുന്നു. ഞാനിത് വാർത്തകളിലൂടെ അറിഞ്ഞാൽ നിങ്ങളാണല്ലോ ഇത് കൂടുതൽ പഠിച്ച് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പുറത്തേക്ക് വിടുന്നതിന് കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കാരണം ഒരു ചാക്കിൽ ഉപ്പാണോ പഞ്ചാരയാണോ എന്ന് അറിയാതെ മുഴുവൻ തിന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അത് നമ്മളൊക്കെ കാത്തിരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു. ഇത്ര വർഷത്തോളം 5 വർഷത്തോളം ഇത് എന്തിനാണ് പൂഴ്ത്തി വെച്ചതെന്ന് മാത്രമേ മനസ്സിലാവും. ആരെ പേടിച്ചിട്ടാണെന്നുള്ളതും കൂടി ഇവരൊക്കെ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും ഇത് പുറത്തേക്ക് വന്ന സ്ഥിതിക്ക് ഇനി അതിനെതിരെയുള്ള അതിനെതിരെ പരാമർശിക്കപ്പെട്ടവർക്കെതിരെയുള്ള ഉചിതമായ നടപടികളാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും ഇതിൽ പ്രസക്തമായൊരു കാര്യം. മറ്റൊരു കാര്യം, ഈ വിഷയം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഒരു പറ്റം നട്ടലുള്ള കുറച്ച് പെൺകുട്ടികളുടെ കൂട്ടായ്മയായ WCC എന്ന് പറഞ്ഞ സംഘടന ശക്തമായി അതിനൊരു പരാതി ഉന്നയിക്കും. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ
ഉണ്ടാകുന്നത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആ ആയിരുന്നു ശരി എന്നതുകൂടെ വ്യക്തമാവുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. ക്ലീനിങ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്നറിയാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മാറ്റിവെച്ച 70 പേജുകളുണ്ടല്ലോ, ആ 70 പേജുകളുടെ വരികൾക്കിടയിൽ നിന്നാണ് ആദ്യത്തെ ക്ലീനിങ് തുടങ്ങേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇരകളുടെ സ്വകാര്യതയെ മാനിച്ചത് മാറ്റിവെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെ തന്നെ നിൽക്കുകയും വേണം. അതേ സമയത്ത് ആ 70 പേജുകളിൽ വേട്ടക്കാരുണ്ട്, നിറയെ വേട്ടക്കാരുണ്ട്. ആ വേട്ടക്കാർ ഓരോരുത്തരെയായി പിക്ക് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിലേക്ക് ഇടുക എന്നുള്ളതാണ് ആദ്യത്തെ ക്ലീനിങ്. അങ്ങനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇതൊരു ഇടതുപക്ഷ സർക്കാർ ആകുള്ളൂ. നിങ്ങൾ ഇടതുപക്ഷം എന്നിങ്ങനെ വെറുതെ പോസ്റ്ററിൽ എഴുതി ഒട്ടിച്ചാൽ പോരാ. ഞങ്ങൾക്ക് തോന്നണമെങ്കിൽ, ഞങ്ങളൊക്കെ അറിയുന്ന ഇടതുപക്ഷം ആവണമെങ്കിൽ ഇത്തരം ക്ലീനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യണം. അത്തരം ക്ലീനിങ്ങുകളിലൂടെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ മാത്രമേ പുതിയ പെൺകുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് ഈ സിനിമാ മേഖലയെ ഒരു തൊഴിൽ മേഖലയായിട്ട് ധൈര്യത്തോടെ ഒറ്റയ്ക്ക് കടന്നു വന്നിട്ട് സിനിമയെ, ക്യാമറയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമാ മേഖലയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ ഞാനൊരു ചോദ്യം, ഇവിടെ നടന്നു പോണ സാധാരണ മനുഷ്യരായ ആളുകളുടെ പോക്കറ്റ് കൈയിട്ട് പലതും ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഹെൽമറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പോലീസിന് എന്താ, ഇവിടെ തന്നെയല്ല ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. അത് പഴയ കാലത്തെ പോലെ സ്റ്റുഡിയോൻ്റെ ഉള്ളിലൊന്നല്ല. സ്റ്റുഡിയോൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും അതിന് വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ട്. അങ്ങോട്ട് കയറി റെയ്ഡ് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിനാരെയാണ് ഇവർ പേടിക്കുന്നത്? ഏതെങ്കിലും പ്രൊഡ്യൂസർ വേണ്ടാന്ന് പറഞ്ഞോ? ഏതെങ്കിലും പ്രൊഡ്യൂസർ അസോസിയേഷൻ വേണ്ടാന്ന് പറ, ആണെങ്കിൽ അവർ പറയട്ടെ. എനിക്ക് തോന്നുന്നില്ല ഞാൻ അറിയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനോ സംഘടനകളോ ഒക്കെ അവർ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ചെയ്യണം, ധൈര്യമായിട്ട് കയറി ചെന്ന് റെയ്ഡ് ചെയ്യണം. എന്നിട്ട് ആരൊക്കെയാണ് പരിപാടികൾ ചെയ്യണമെന്നുള്ള പുറത്തേക്ക് കൊണ്ടുവരണം. എന്തിനു പേടിക്കണമോ? ആരെയാണ് ഈ പേടിക്കുന്നത്? നിഴലിനോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്? എന്നെയൊക്കെ മാറ്റി നിർത്താൻ അങ്ങോട്ട് വരട്ടെ, അപ്പം കാണാം ബാക്കി. ഇതാണ് ഹരീഷ് പേരടിയുടെ പ്രതികരണം. നടി സജിത മഠത്തിലും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അവരുടെ പ്രതികരണം കേൾക്കാം. ഈ പ്രശ്നങ്ങൾ ഉണ്ട്, ഇൻഡസ്ട്രിയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇൻഡസ്ട്രിയിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വേജ് ഡിസ്പാരിറ്റി ഉണ്ട്, ഇൻഡസ്ട്രിയിൽ തൊഴിലിടത്തെ പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പഠിക്കുക എന്ന് പറയുന്ന ഒരു പണി നടന്നു. ഇപ്പൊ ഗവൺമെന്റ് രേഖകളിലുണ്ട്. ഇനി നമ്മൾ നോക്കിക്കാണുന്നത് ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത് ഞങ്ങൾ നോക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റിനെ എങ്ങനെ പ്രഷറൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, അതേപോലെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പുതിയ കാര്യങ്ങളേ അല്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങളല്ല. പക്ഷെ ഇനിയുള്ള സ്ത്രീകൾക്ക്, ഞങ്ങളിത് തുറന്നു പറഞ്ഞത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിന് നന്നായി ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറെ പേരുടെ, ഇപ്പൊ നിങ്ങൾക്ക് പാർവതിയെ അറിയുന്നുണ്ടാവോ, അല്ലെങ്കിൽ റീമ കല്ലിങ്ങലിനെ അറിയുന്നുണ്ടാവോ, അല്ലെങ്കിൽ 4-5 പേരെ നിങ്ങൾക്ക് അങ്ങനെ പറയാം. അങ്ങനെ അല്ലാതെ ഈ WCCയുടെ ഭാഗമായി നിന്ന് ചെറിയ രീതിയിൽ സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് ഞങ്ങളെപ്പോലുള്ള കുറെ പേരുടെ ജീവിതത്തിനെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് സത്യം പറഞ്ഞെങ്കിൽ പൊതുവേദിയിൽ വന്ന് ഇത് ഞങ്ങളുടെ പ്രസൻസ് എങ്ങനെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു സിനിമ കിട്ടാതിരിക്കാനുള്ള റീസണായി മാറുക ചെയ്യുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞു. എത്രയോ പേരുടെ ഇതിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഭാഗമാണ് എന്ന് എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള സാധ്യത അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു പുതിയ കാര്യമല്ല. പക്ഷെ ഇതിൽ എന്ത് രീതിയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് WCC സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. നടപടികൾ ഉണ്ടായാൽ സന്തോഷമെന്നാണ് നടി സജിത മഠത്തിൽ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ നീങ്ങണമെന്നാണ് ചലച്ചിത്ര പ്രവർത്തകയായ ബീന പോൾ ന്യൂസ് 18നോട് പറഞ്ഞത്. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് WCC തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ ഏതാണ്ട് 2:30 തന്നെ ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരുന്നു. നിങ്ങളുടെ ഒരു സന്തോഷം പുറത്തു വന്നിരുന്നു. വലിയൊരു സന്തോഷമാണ്. സന്തോഷമുണ്ട്. ഞങ്ങൾ എത്ര വർഷമായിട്ട് ഞങ്ങൾ ആദ്യം ഫോം ചെയ്ത സമയത്ത് തന്നെ ഓണറബിൾ ചീഫ് മിനിസ്റ്ററുടെ അടുത്ത് പോയി ഇങ്ങനെ ഒരു കമ്മിറ്റി വേണം. കാര്യം ഒരുപാട് റൂമേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ആരും ഇത് പഠിച്ചിട്ടില്ല. ഇതാണ് ആദ്യത്തെ ഒരു റിപ്പോർട്ട് ബേസ്ഡ് ഓൺ
ഫാക്ട്സ് സ്ത്രീകൾ തന്നെ സംസാരിച്ചിരിക്കുന്ന പുരുഷങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫാക്ച്വൽ ബേസിസ് ആണ് ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഞങ്ങൾ പറയുന്ന വെറും ഒരു ഹിയർസേ അല്ലെങ്കിൽ റൂമേഴ്സ് അല്ല, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കും. കുറേ വെല്ലുവിളികൾ ഉണ്ടായിരുന്നത് പുറത്തു വരാൻ, അത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നോ ആ സമയത്തൊക്കെ? ഉറപ്പായിട്ട് ഇതിൻ്റെ ഒരു എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. ആദ്യം മുതൽ WCC പറയുന്നു നമുക്ക് ഈ ഫൈൻഡിങ്സ് മതി, നമുക്ക് പേരുകൾ വേണ്ട, നമുക്ക് ആരെന്ത് ചെയ്തു എന്നല്ലേ അറിയേണ്ടത്, ഇതൊക്കെ എന്തോ നടക്കുന്നതെന്ന് നമുക്കറിയണം. അതുകൊണ്ട് റെക്കമെൻഡേഷൻസ് മാത്രം പോരാ, നമുക്ക് ഫൈൻഡിങ്സ് വേണം. ഈ കമ്മിറ്റി എന്തുവാ കണ്ടുപിടിച്ചിരിക്കുന്നു, അതിൻ്റെ ഒരു പോരാട്ടമായിരുന്നു. അത് ഒരു ഡിഫിക്കൽട്ട് ടൈം ആയിരുന്നു വാസ്തവത്തിൽ. റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ റാണി ജോർജിനായിരുന്നു ജസ്റ്റിസ് ഹേമ കത്തയച്ചത്. ഈ കത്താണ് ഇപ്പോൾ സർക്കാർ ആയുധമാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്ന കാര്യവും സർക്കാർ പറയുന്നുണ്ട്. ഈ ആരുടെയൊക്കെ പേരുകളാണോ പറഞ്ഞിരുന്നത് അവരുടെ പേരുകൾ മറച്ചു വയ്ക്കുവാനുള്ള കാര്യവും ഇതായിരുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. 2020 ഓഗസ്റ്റ് 19-നാണ് ജസ്റ്റിസ് ഹേമ സർക്കാരിന് കത്തയച്ചത്. ആ കത്താണ് ഈ കാണുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം നേരിട്ട് അറിയിക്കാമെന്നും കത്തിൽ പറയുന്നുണ്ട്. ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് അത് പുറത്തുവിടരുതെന്ന് ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ തന്നെയായിരുന്നു ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ തെളിവ് അത്തരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിൽ പ്രധാനമായും ഈ കത്തിൽ ആവശ്യപ്പെടുന്നത് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഈ കമ്മിറ്റി എടുത്ത തെളിവെടുപ്പിൽ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അവരുടെ ലൈംഗിക അതിക്രമം നടന്നു എന്നതടക്കമുള്ള വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ മൊഴികൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അടക്കം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ഹേമ ഈ വിവരങ്ങൾ പുറത്തുവിടരുത്, ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ പറയുന്ന കാര്യം 2020 ഫെബ്രുവരി 19-ന് അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജിന് അയച്ച കത്തിലാണ് പ്രധാനമായിട്ടുള്ള പരാമർശങ്ങൾ ഉള്ളത്. മാത്രമല്ല ഈ കത്ത് പ്രകാരം ഈ ലൈംഗിക അതിക്രമങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ നൽകിയിട്ടുള്ള മൊഴികൾ ഇൻ ക്യാമറ പ്രൊസീജിയർ ആയിട്ട് ആണ് നൽകിയിട്ടുള്ളത്. അത് രഹസ്യ സ്വഭാവത്തിൽ തന്നെ സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ജസ്റ്റിസ് ഹേമ നൽകുന്നത്. മാത്രമല്ല ഈ കത്തുമായി ബന്ധപ്പെട്ട് ഇതിൽ വ്യക്തമാക്കുന്നത് 3 റിപ്പോർട്ടുകളാണ് സർക്കാരിന് കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ 3 റിപ്പോർട്ടുകളിലെ പകർപ്പുകളാണ് സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. 1 മുഖ്യമന്ത്രിക്കും 2 സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്ന് ഈ കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. മാത്രമല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും അടക്കം സർക്കാരിന് 3 കോപ്പികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ജസ്റ്റിസ് ഹേമ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഇതിന്റെ രഹസ്യ സ്വഭാവത്തിൽ അതീവ രഹസ്യ സ്വഭാവത്തിൽ ഈ റിപ്പോർട്ട് സൂക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവരം സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കും എന്നുള്ള വിവരവും ഈ 2020 ഫെബ്രുവരി 19-ന് നൽകിയിട്ടുള്ള കത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈംഗിക അതിക്രമങ്ങൾ നടന്നു, ലൈംഗിക പീഡനങ്ങൾ നടന്നിട്ടുണ്ട്, അത്തരത്തിൽ ഉള്ള പരാതികൾ കൃത്യമായി മൊഴികൾ സഹിതം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം ഈ കത്തിലൂടെ ജസ്റ്റിസ് ഹേമ സർക്കാരിന് കൈമാറിയിട്ടുണ്ടെന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിലും ഇക്കാര്യം പറയുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ റിപ്പോർട്ട് മാത്രമല്ല ജസ്റ്റിസ് ഹേമ കൈമാറിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ കത്തിന്റെ ആദ്യത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് പറയുന്നത് അത് സംബന്ധിച്ചിട്ടുള്ള അതായത് ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള പരാതിക്കാരായ സ്ത്രീകൾ നൽകിയിട്ടുള്ള മൊഴികൾക്കൊപ്പം ആ മൊഴികൾ വെച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയതിനൊപ്പം തന്നെ അവരിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ സഹിതമാണ് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ജസ്റ്റിസ് ഹേമ ഈ കത്തിലൂടെ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ആ സമയത്ത് വിവരാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്ന വിൻസനും പോളും റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം തന്നെ ആവശ്യക്കാരെ അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ലെന്നാണ് മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ പറയുന്നത്. പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സാധ്യമല്ലെന്നും അദ്ദേഹം പറയുന്നു. വ്യക്തിപരമായ പരാതികൾ സർക്കാരിന് കിട്ടിയില്ല, മൊഴികൾ മുഴുവൻ സർക്കാരിന് അറിയുകയുമില്ല, മൊഴി പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞാലേ കേസെടുക്കാൻ കഴിയൂവെന്നും AK ബാലൻ പറഞ്ഞു.
2017 കമ്മിറ്റിയെ വെച്ചത്. 2019 റിപ്പോർട്ട് കിട്ടുന്നത്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് കോവിഡ് വരുന്നത്. 2020 21 എന്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീടുള്ള തുടർ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതിന്റെ ഭാഗമായിട്ട് വന്ന പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത, പുറത്തുവിടാൻ പാടില്ല എന്ന് കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വരുന്നത്. അപ്പോ അതെങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിലാണ് വിവരാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് വിവരാവകാശ കമ്മീഷൻ ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നത്. ഉടനെ പൊതു താല്പര്യം അരിച്ചും വന്നു. അതിന്റെ ഭാഗമായിട്ട് എടുത്ത സമയമാണ്. അല്ലാതെ ഗവൺമെന്റ് യാതൊരു പൂഴ്ത്തിവെക്കേണ്ട പരിപാടി ഇതിലില്ലല്ലോ. അങ്ങനത്തെ യാതൊന്നും ഇല്ലല്ലോ. സുവോ വോട്ടോ ഗവൺമെന്റ് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് FIR രജിസ്റ്റർ ചെയ്യണം. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. കോടതിയിലെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതോടെ റിപ്പോർട്ട് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തു. പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമാ മേഖലയും. തുല്യത, സമത്വം, സ്ത്രീകളെ ഉന്നതിയിലെത്തിക്കുക, ഇവയാണ് സർക്കാരിന്റെ നിലപാട്. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുകയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചത് എന്തിനാണെന്ന ചോദ്യവുമായി K. സുധാകരൻ. പലരെയും സഹായിക്കാനും രക്ഷിക്കാനും സർക്കാർ ശ്രമിച്ചു. റിപ്പോർട്ട് വൈകിപ്പിച്ചതിന് സർക്കാർ മറുപടി പറയണമെന്നും സർക്കാർ പശ്ചാത്തപിക്കണമെന്നും K. സുധാകരൻ പറഞ്ഞു. സിനിമാ മേഖലയിൽ മാത്രമല്ല പലയിടങ്ങളിലും ചൂഷണമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. അതീവ ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നുവെന്നറിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗുരുതരമായ കൃത്യവിലോപമാണ് നടത്തിയതെന്ന് V. മുരളീധരൻ. ഈ വിവരം സർക്കാരിന് കിട്ടിയില്ലെന്ന് മുടന്തൻ ന്യായമാണ്. മന്ത്രിമാർ പറയുന്നതെല്ലാം ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സജി ചെറിയാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും V. മുരളീധരൻ ആവശ്യപ്പെട്ടു. കുറ്റം മറച്ചുവെച്ച പിണറായി സർക്കാർ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നുവെന്ന് പറയാൻ കഴിയില്ല. AK ബാലൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നും സർക്കാരിന്റെ മൗനം സംശയാസ്പദമാണെന്നും V. മുരളീധരൻ പറഞ്ഞു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതെന്ന് KK ശൈലജ. സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്തരം ചൂഷണങ്ങൾ. പല തൊഴിലിടങ്ങളിലും സ്ത്രീകൾ ചൂഷണം നേരിടുകയാണ്. സിനിമാ മേഖല ശുദ്ധീകരിക്കാൻ സിനിമയിൽ തന്നെയുള്ളവർ മുൻകൈയെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പരാതി കിട്ടിയാൽ സർക്കാർ നിയമ നടപടിയെടുക്കും. രഹസ്യമൊഴിയിൽ പറയുന്ന പേരുകൾ പുറത്തുവിടാമോ എന്ന് നിയമപരമായി പരിശോധിക്കണമെന്നും KK ശൈലജ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ 4.5 വർഷം പൂഴ്ത്തിവെച്ചത് എന്തിനാണെന്ന ചോദ്യവുമായി KK രമ MLA. ആരെ സംരക്ഷിക്കാനാണിത്? ഇനിയും അമാന്തം പാടില്ല. കർശന നടപടിയെടുക്കണമെന്നും KK രമ ആവശ്യപ്പെട്ടു. മലയാളികളെ ഏറെ ഞെട്ടിച്ച ഒരു റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അതിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ മൊഴികളടക്കം ആരാണ് യഥാർത്ഥ കുറ്റക്കാർ, ആരാണ് സിനിമാ മേഖലയിലെ വില്ലന്മാർ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം KK രമ MLA ചേരുന്നു. ശരിക്കും സിനിമാ മേഖലയിൽ പല അരുതാത്ത കാര്യം നടക്കുന്നുണ്ടെന്ന് കുറെ നാളുകളായി പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷേ അതെന്താണ് തെളിവ് സഹിതമാണ് ഇന്നലെ പുറത്തു വന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 1/7/2017 കമ്മിറ്റിയെ നിയമിച്ചത്. 2019 റിപ്പോർട്ട് സമർപ്പിച്ചു. നമ്മൾ കുറെ കാലമായി ആ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നിയമസഭയിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ സർക്കാർ അത് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. അത് സ്വകാര്യ വിവരങ്ങളുള്ളതുകൊണ്ട് പുറത്തുവിടരുത് എന്ന അതിൽ നിൽക്കുകയാണ്. പക്ഷെ ഇന്നലെ ആ പുറത്തു വന്നപ്പോൾ നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ ഞെട്ടലോടുകൂടിയാണ് ഇന്നലെ ആ റിപ്പോർട്ട് നമുക്ക് കേൾക്കാനിടയായത്. അതിന്റെ ചില കാര്യങ്ങൾ സത്യത്തിൽ ഇത്രയും വലിയ സംഭവങ്ങൾ നമ്മുടെ സിനിമാ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതും അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന വലിയ തോതിലുള്ള ചൂഷണങ്ങളും മാനസിക സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ എത്രമാത്രം രൂക്ഷമാണ് എന്നുള്ളതാണ് നമുക്ക് ആ റിപ്പോർട്ടിൽ കൂടെ കാണാൻ സാധിച്ചത്. അത് റിപ്പോർട്ടിന്റെ കുറച്ച് ഭാഗങ്ങളെ വന്നിട്ടുള്ളൂ. ഏകദേശം 300ഓളം പേജുകളെ വന്നിട്ടുള്ളൂ. 1072ഓളം പേജുകൾ ഇനി പുറത്തുവിടാത്തതായിട്ടുണ്ട്. അതിനകത്ത് പേരുകൾ ഉൾപ്പെടെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം ഇരിക്കുന്നത് നമ്മൾ ആ റിപ്പോർട്ട് ഞെട്ടലോടുകൂടി കേൾക്കുമ്പോഴും അതിലേറെ ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സർക്കാരിന്റെ കയ്യിൽ 4.5 വർഷമായി ഈ റിപ്പോർട്ട് ഇരിക്കുന്നു. ആ റിപ്പോർട്ട് ഒരു വലിയ ക്രിമിനൽ കുറ്റം നടന്നതിന്റെ എല്ലാ തെളിവുകളും ഉൾപ്പെടെയുള്ള രേഖകളാണ് സർക്കാരിന്റെ കൈവശം ഇരിക്കുന്നത്. എന്തിനാണ് ഇത്രയും സമയം? ഈ 4.5 വർഷം, 4 വർഷവും 7 മാസവും കഴിഞ്ഞു.
ഇതാണ് കെ രമയുടെ പ്രതികരണം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ള ഒരു വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദരിക്കപ്പെടേണ്ടതാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാൻ ഇല്ല എന്ന് സുരേഷ് ഗോപി പറയുന്നു. റിപ്പോർട്ട് ഇതുവരെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങൾ സംഘടനകൾ നടത്തട്ടെ, അവർ പരിശോധിക്കട്ടെ. സിനിമാ മേഖലയിൽ സജീവമല്ലായിരുന്നു കുറച്ച് നാളുകളായി. അതിനാൽ തന്നെ തുടർ നടപടികൾ സർക്കാർ പരിശോധിച്ച് കൈക്കൊള്ളണം എന്നുള്ള ആവശ്യമാണ് താൻ ഉന്നയിക്കുന്നത്. പലരും പരാതി പറഞ്ഞ് അമ്മയിൽ നിന്ന് പുറത്തു പോയപ്പോഴും താൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് സുരേഷ് ഗോപി പറയുന്നു. അങ്ങനെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കുകയാണ്.